കോതമംഗലം പ്ലാച്ചേരിയിൽ കിണറ്റിൽ വീണ ആനയെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം വൈകുന്നു. സ്ഥലം ഉടമയുടെ എതിർപ്പിനെ തുടർന്ന് JCB കിണറിനടുത്തേക്ക് എത്തിക്കാനായില്ല. കിണറിന് സമീപത്തു നിന്ന് ആളുകളെ മാറ്റി. കിണർ വൃത്തിയാക്കുന്നതിനുള്ള പണം അനുവദിക്കണം എന്നാണ് നാട്ടുകാരുടെ പുതിയ ആവശ്യം. വിനിത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനിത, ഈ രക്ഷാദൗത്യത്തിലേക്ക് വനം വകുപ്പിന് കടക്കാൻ കഴിയാത്തത് എന്തൊക്കെ തടസ്സങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് കൊണ്ടാണ്? വേണു, അല്പസമയം മുൻപാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അവർ പറഞ്ഞിരുന്നത് ഏതാണ്ട് 25ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറാണ്. അതുകൊണ്ട് തന്നെ ആ വെള്ളം ശുചീകരിച്ച് നൽകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഫണ്ട് അനുവദിക്കണമെന്നൊക്കെയാണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അപകട മുന്നറിയിപ്പ് വനം വകുപ്പ് നൽകിയിരിക്കുകയാണ്. ആന സ്വയം കയറാനുള്ള സാധ്യതയെന്നാണ് ആ അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കിണറിന്റെ തിട്ട ഒരു വർഷം പൂർണ്ണമായും ആന ഇടിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ അല്പസമയത്തിനകം പുറത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 100 മീറ്റർ അകലം പാലിച്ച് മാത്രം എല്ലാവരും നിൽക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ ആ കിണറിന് സമീപമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന സ്വയം കയറാനുള്ള ഒരു സാധ്യത എന്നാണ് വിലയിരുത്തൽ. അതിനാവശ്യമായിട്ടുള്ളൊരു സജ്ജീകരണവും സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമ്പോൾ ഇപ്പോൾ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ DF ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആ മേഖലയിൽ ആ കിണറിന് സമീപം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. പ്രദേശവാസികളോടൊക്കെ തന്നെ നിർദ്ദേശം അവർ നൽകിയിരിക്കുകയാണ്. ഈ മേഖലയിൽ നിന്ന് ഒരല്പം മാറി നിൽക്കണമെന്നൊക്കെയാണ് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ JCB ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണിടിച്ചുകൊണ്ട് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നുവെങ്കിൽ പോലും ഈ സമീപമുള്ള കൃഷി മേഖലയിൽ കൂടി വേണം, കൃഷിയിടത്തിൽ കൂടി വേണം ഈ JCB ഈ കിണറിന് സമീപത്തേക്ക് എത്തിക്കാൻ. ഇത് അവിടുത്തെ ആ സ്ഥലത്തിന്റെ ഉടമ തടഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കൃഷിയിടത്തിലേക്ക് ഈ JCB കൊണ്ടുവരുമ്പോൾ അത് കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ആനയെ രക്ഷിക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. വനം വകുപ്പ് അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ദൗത്യം വൈകുന്നു. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് വനം വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അതേസമയം സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം തുടരുകയാണ് കാട്ടാന. വിശദാംശങ്ങളാണ് വിനിത വിജി നൽകിയത്.